ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് വെജിറ്റബിൾ ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിളവെടുക്കാൻ പോയാലോ. നേരെ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ പാവയ്ക്കാത്തോട്ടത്തിലേക്കാണ്. ഞാൻ നേരത്തെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാവയ്ക്കയും പയറും ഒക്കെ. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഇനി നമുക്കത് വിളവെടുക്കുമ്പോൾ കാണാമെന്ന്. ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുപ്പ് തന്നെയാണ് കേട്ടോ. പാവയ്ക്കയാണ് ഞാൻ ആദ്യം പോയത്. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പാവയ്ക്കകളൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അന്നേരം നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാം. ഇപ്പം നമ്മൾ വലുതായി ഒരുമാതിരി നമുക്ക് എടുക്കാൻ പറ്റിയ പാവയ്ക്കകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാനും നല്ല ഭംഗിയാണ് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയി കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അതിനകത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കാറില്ല ഗൈസ്, സമയം കിട്ടാറില്ല. പിന്നെ ഇതാ നമ്മുടെ പാവയ്ക്ക നമ്മൾ പറിച്ച് ഇനി ഇതാ കുറേ കുഞ്ഞൻ പാവയ്ക്കകളൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ വലുതാവട്ടെ എന്നിട്ട് പറിക്കാം അല്ലേ. ഇനി നേരെ പോകുന്നത് ഇതാ പയറിൻ്റെ അടുത്തോട്ടാണ്. കുറച്ച് പയർ, ഒത്തിരി പയറൊന്നുമില്ല, കുറച്ച്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് മായം ചേരാത്ത പച്ചക്കറികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാമല്ലോ. കുറച്ച് നമ്മളെപ്പോഴും പുറത്തു നിന്നൊക്കെയല്ലേ മേടിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മായം ചേരാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാമല്ലോ. പയറാണെങ്കിൽ ഞാൻ പറിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എങ്ങനെ അത് പറിക്കണ്ടേ. അതിങ്ങനെ പിരിച്ചെടുക്കണം, അതിൻ്റെ മേളിൽ തന്നെ വീണ്ടും പൂവുണ്ടാകും, ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കിളുക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ അങ്ങനെ കാണിച്ചു തരുന്ന പോലെ ഞാൻ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അതുപോലെ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ 2 ഉണ്ട്. അപ്പോൾ പയർ ഒരുപാടൊന്നുമില്ല, പക്ഷെ ഞാനിന്ന് കിട്ടിയ പയർ കുറച്ച് ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രഷായിട്ടുള്ള പയറല്ലേ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പയർ. അപ്പം ബാക്കി ഇനിയും അടുത്ത വിളവെടുപ്പിലേക്ക് നമുക്ക് വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പം കുറച്ച് അധികം കാണുമായിരിക്കും. ഇത് ആദ്യത്തേതാണ്, അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് ഉള്ളൂ. അച്ഛൻ പറിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനാണ് പറഞ്ഞു അച്ഛൻ ഞാൻ പോയി പറിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ ഓടി വന്ന് വീഡിയോയും എടുത്ത് ഇതെല്ലാം എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നേരെ നമുക്കൊരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പീച്ചിങ്ങയാണ് കേട്ടോ. വെറൈറ്റി ഒന്നുമല്ല, കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നു. ഇത് ആയി വരുന്നതേ ഉള്ളേ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അതും കൂടെ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതെടുത്തതാണ്. അപ്പോൾ കുഞ്ഞതായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതൊരുമാതിരി ആയിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ ആകാനുണ്ട്. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ, തോരനൊക്കെ വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുഞ്ഞതായിട്ട് മുട്ടും പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മെയിനായിട്ടുള്ള കപ്പയും ചേമ്പും ചേനയൊക്കെ പന്നി കൊണ്ടുപോയി ഗൈസ്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും വരുന്നുണ്ട്. എന്നിട്ട് കപ്പയൊക്കെ ആണെങ്കിലും ഇങ്ങനെ പിഴുതെടുത്തിട്ട് കഴിച്ചിട്ട് പോവാണ്. ഭയങ്കര ഒരു വിഷമമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛനൊക്കെ ആണെങ്കിലും വയ്യാതെ ആളെയൊക്കെ നിർത്തിയും പിന്നെ അവർ തന്നെയൊക്കെ കൃഷി ചെയ്യുന്നതാണ്. പിന്നെ വെള്ളം ഒഴിക്കാനും ഒക്കെ നന്നായിട്ട് മെനക്കെട്ട് ചെയ്യുന്നതാണ്. അതെല്ലാം അങ്ങനെയൊക്കെ നശിച്ചു പോകുമ്പം അവർക്കാണെങ്കിലും നല്ല സങ്കടമുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ കൃഷി എടുത്ത സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോവാണ്. പിന്നെ നമുക്കിന്നൊരു വേറെ വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഇന്നൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. നമ്മുടെ പശുക്കുട്ടി വന്നിട്ടുണ്ട്. അവൻ കാളക്കുട്ടിയാണ്. അവന് നമ്മൾ പേരിട്ടിരിക്കുന്നത് കൃഷ്ണൻ എന്നാണ് ഗൈസ്. വളരെ സാഹസികതയോടു കൂടിയാണ് അവൻ നമ്മുടെ അടുത്തോട്ട് വന്നേക്കുന്നത്. ഇച്ചിരി പ്രശ്നമായിരുന്നു, എന്തായാലും അവൻ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ വന്നിട്ടുണ്ട്. ഇന്നലെ നൈറ്റായിരുന്നു നമ്മുടെ കാളക്കുട്ടൻ്റെ ജനനം. വൈകുന്നേരം ഒരു 6:30-7 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലെന്നല്ല, കുറച്ച് സമയം കുറച്ച് പ്രശ്നം ആയിട്ടൊക്കെ ആയിരുന്നു. സാരമില്ല, എങ്കിലും നമ്മുടെ കുട്ടൻ നല്ല ഗുഡ് ബേബി ആയിട്ടും ഗുഡ് ബോയ് ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ രാവിലെയൊക്കെ ആയപ്പോഴാണ് ജസ്റ്റ് പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ ഗൈസ്. അങ്ങോട്ട് കാലൊന്നും അങ്ങോട്ട് ഉറച്ചിട്ടൊന്നും ഇല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ വഴി കണ്ടപ്പം 4-5 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് ഇതിങ്ങനെ ഒരുപാടെണ്ണം ഒരുമിച്ച് ഇങ്ങനെ വ്യത്യസ്ത കളറിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി മേടിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. കീപ് വാച്ചിങ്. താങ്ക് യു.